സന്ദീപ് വാര്യർക്ക് പിന്നാലെ കൂടുതൽ ബി.ജെ.പി. നേതാക്കൾ കോൺഗ്രസിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പാലക്കാട് നഗരസഭ കൗൺസിലർമാർ ഉൾപ്പെടെ ബി.ജെ.പി. വിടുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. പാലക്കാട്ടെ ബി.ജെ.പിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് സന്ദീപ് വാര്യർ ബി.ജെ.പി. വിട്ടതെന്നാണ് നിലവിലെ നിഗമനം. ബി.ജെ.പിയിൽ അവഗണന നേരിടുന്ന പല നേതാക്കളും സന്ദീപുമായി ചർച്ചകൾ നടത്തുകയുണ്ടായി. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കുറച്ചുപേർ കോൺഗ്രസിലെത്താനുള്ള സാധ്യതകൾ ഏറെയാണ്. പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരടക്കം ബി.ജെ.പി. വിടുമെന്ന വിവരങ്ങളും പുറത്തുവരികയുണ്ടായി. 3-ലധികം കൗൺസിലർമാർ കോൺഗ്രസിനൊപ്പം പോയാൽ ബി.ജെ.പിയുടെ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്നതാണ് യാഥാർത്ഥ്യം. നിർണായകമായ രാഷ്ട്രീയ സംഭവവികാസത്തിൽ ബി.ജെ.പിയുടെ യുവനേതാവും ജനപ്രിയനുമായ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഇപ്പോൾ വിജയിപ്പിക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവുമായി അഭിപ്രായ ഭിന്നത പുലർത്തിയിരുന്ന വാര്യർ പാർട്ടിക്കുള്ളിൽ തന്റെ സ്ഥാനവുമായി ശരിക്കും മല്ലിടുന്ന അവസ്ഥയായിരുന്നു. അദ്ദേഹം അപ്രതീക്ഷിതമായിട്ടാണ് കോൺഗ്രസിലേക്ക് മാറിയിരുന്നത്. പാർട്ടിക്കുള്ളിൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇവ പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. ബി.ജെ.പിയുടെ യുവജന വിഭാഗത്തിൽ വാര്യർക്ക് ഗണ്യമായ പിന്തുണ ലഭിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ മാറ്റം കോൺഗ്രസിന് വലിയ അട്ടിമറിയായിട്ടാണ് പ്രധാനമായും കണക്കാക്കപ്പെടുന്നതും. വാര്യർ മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു. എങ്കിലും നേതൃത്വത്തോട്, പ്രത്യേകിച്ച് പാലക്കാട്ടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനോട് അതൃപ്തി പ്രകടിപ്പിച്ച സമയത്ത് CPM നേതൃത്വം അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി. ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവസാന നിമിഷത്തിൽ വരെ അത് സംഭവിക്കുമെന്നും അവസാന നിമിഷം വരെ ഈ നീക്കം മറച്ചുവെക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുകയും ചെയ്തു. KPCC പ്രസിഡന്റ് K. സുധാകരൻ സന്ദീപ് വാര്യരെ പാർട്ടിയുടെ ത്രിവർണ്ണ ഷാൾ അണിയിച്ച് ഔദ്യോഗികമായി കോൺഗ്രസിലേക്ക് സ്വീകരിക്കുകയുണ്ടായി. വെറുപ്പിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയം നിരാകരിച്ച് മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി രാഷ്ട്രീയം നിരസിച്ചതിന് വാര്യരെ കോൺഗ്രസ് പക്ഷത്തേക്ക് കൊണ്ടുവന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഒരു പത്രസമ്മേളനത്തിൽ വാര്യർ ബി.ജെ.പിയോടുള്ള തന്റെ നിരാശ പ്രകടിപ്പിക്കുകയുണ്ടായി. പാർട്ടി രക്തസാക്ഷികളോട് അല്ലെങ്കിൽ ബലിദാനികളോട് തന്റെ സ്വന്തം രാഷ്ട്രീയ മാറ്റത്തെ ചോദ്യം ചെയ്യുന്നതിന് പകരം RSS പ്രവർത്തകരെ അവരുടെ നേതൃത്വത്തിന് ഉത്തരവാദികളാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ക്യാമ്പിൽ നിന്ന് ഞാൻ മാറിയിരിക്കുകയാണ്, സന്ദീപ് വാര്യർ തുറന്നു പറഞ്ഞു. താൻ ബി.ജെ.പി. വിട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും കൂട്ടുകാർക്കും മാത്രമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.